വിമർശിക്കപ്പെടുന്നതാണോ നിങ്ങളുടെ പ്രശ്നം? അതായത് ഒരു കാര്യം ചെയ്യാൻ അതിയായ ആഗ്രഹമുണ്ട്. ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ വിമർശിക്കും എന്നുള്ള പേടിയാൽ അതിൽ നിന്ന് പിന്മാറുന്നു. എന്നാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഈ ലോകത്ത് വിമർശനാതീതരായിട്ട് ആരുമില്ല. ദൈവത്തിൻ്റെ ഇഷ്ടദാസന്മാരാണ് പ്രവാചകന്മാർ. അവർ പോലും വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല അവരാണ് ഏറ്റവും കൂടുതൽ വിമർശനത്തിന് വിധേയമായിട്ടുള്ളത്. അവരുടെ ജീവിതകാലത്തും അവർ മരിച്ചുപോയിട്ട് എത്രയോ വർഷങ്ങളായിട്ടുണ്ട്, ഇപ്പോഴും അവർ വിമർശിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. പിന്നെ എന്തുകൊണ്ട് അവർ അവരുടെ ദൗത്യത്തിൽ നിന്ന് പിന്മാറിയില്ല? അവർ ചെയ്യുന്ന കാര്യത്തിൽ അവർക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. അവർ സത്യത്തിലാണ് എന്നുള്ള പൂർണ്ണ വിശ്വാസം അവർക്കുണ്ടായിരുന്നു. നമ്മൾ എപ്പോഴാണ് വിമർശനത്തെ പേടിക്കുന്നത്? ഒന്നുകിൽ നമുക്ക് നമ്മളിൽ വിശ്വാസം ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടാവില്ല. നമ്മൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചും നമ്മളെക്കുറിച്ചും പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ടെങ്കിൽ നമ്മൾ വിമർശനത്തെ പേടിക്കില്ല. വിമർശിക്കുമ്പോൾ ആളുകളുടെ വിമർശനത്തിന് ചെവി കൊടുക്കാതെ നമ്മൾ ഗ്രോത്തിലേക്ക് ഫോക്കസ് ചെയ്യും. നമ്മുടെ ബോഡി, മൈൻഡ്, ഹാർട്ട്, സോള് ഇതിനെയൊക്കെ നമ്മൾ പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കുക. വിമർശനത്തിന് നമ്മൾ കാതോർക്കണ്ട. താങ്ക് യു.